രാധാകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് SC/ST കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ. സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന കോടതി. സത്യം പുറത്തുവരുമെന്ന് സത്യഭാമ. കോട്ടയം തൃക്കൊടിത്താരത്ത് പാറക്കുളത്തിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. മരിച്ചത് മാടപ്പാട് സ്വദേശികളായ ആദർശ്, അഭിനവ്. അപകടം ചൂണ്ടയിടുന്നതിനിടെ കുളത്തിൽ വീണു. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾക്ക് വിട നൽകി നാട്. സാജൻ ജോർജ്, ലൂക്കോസ് സാബു, അനീഷ് കുമാർ, ആകാശ് നായർ എന്നിവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തു. CPIM വിതയ്ക്കുന്നതാണ് BJP കൊയ്യുന്നതെന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CPIMന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ BJPക്ക് ഗുണം ചെയ്തു. ഇടതില്ലെങ്കിൽ മുസ്ലിങ്ങൾ 2ാം തരം പൗരന്മാരെന്ന പ്രചാരണം തമാശയെന്നും തങ്ങൾ. തോൽവി വിലയിരുത്താൻ CPIM നേതൃയോഗങ്ങൾ നാളെ മുതൽ. ആലപ്പുഴയിൽ പാർട്ടി വേദി വിട്ടിറങ്ങി G സുധാകരൻ. പരിപാടി വൈകിയതിൽ ക്ഷോഭിച്ചതാണ് ഇറങ്ങിപ്പോക്ക്. നേതാക്കൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല. തൃശൂരിൽ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി സുരേഷ് ഗോപി. ഇന്ദിരാഗാന്ധി ഭാരതമാതാവെന്നും കരുണാകരൻ ഗുരുവെന്നും പ്രതികരണം. തൃശൂർ ലൂർത്ത് പള്ളിയിലെത്തി മാതാവിന്റെ പ്രതിമയിൽ സ്വർണ്ണക്കൊന്ത ചാർത്തി. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി. ലൈസൻസ് റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ്. നടപടി തുടർച്ചയായ നിയമലംഘനത്തെ തുടർന്ന്.